മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് ഷാലോം ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രകൃതിയിലൂടെ ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സന്യാസിനി. മെഡിക്കൽ മിഷൻ സന്യാസിനി സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ മേരിക്കുട്ടി തൻ്റെ വ്യക്തിജീവിതത്തിലും പ്രവർത്തന മേഖലയിലും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ വ്യക്തിയാണ്. കാഠിന്യമേറിയ രോഗാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ സൗഖ്യദായകമായ കരം തിരിച്ചറിഞ്ഞ സിസ്റ്റർ ഇന്ന് താൻ തിരിച്ചറിഞ്ഞ ഈ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിനായി അക്ഷീണം പരിശ്രമിക്കുന്നു. പ്രകൃതിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന തനതായ രോഗപ്രതിരോധ മാർഗങ്ങളിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് പ്രകൃതി ജീവനം. ചങ്ങനാശ്ശേരിയിലുള്ള ആയുഷ്യ എന്ന പ്രകൃതി ജീവന കേന്ദ്രത്തിൽ സുപ്രധാന പ്രവർത്തനം കാഴ്ചവെക്കുന്ന സിസ്റ്റർ മേരിക്കുട്ടിയുടെ ജീവിത പ്രവർത്തന മേഖലകളിലെ വിശേഷങ്ങളിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. പ്രകൃതി ചികിത്സാ രംഗത്ത് ഏറെ സുസ്ഥിരമായ സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റർ മേരിക്കുട്ടിയെ മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഷാലോം ടി വിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്ററിൻ്റെ കുടുംബം, മാതാപിതാക്കൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ മാതാപിതാക്കളിൽ എൻ്റെ അമ്മച്ചി 2015 മരിച്ചുപോയി. 84-ാമത്തെ വയസ്സിലാണ് അമ്മ മരിക്കുന്നത്. ചാച്ചൻ ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴും 92 വയസ്സുണ്ട്. ചാച്ചനൊരു കർഷകനായിരുന്നു. കൃഷിയായിരുന്നു ചാച്ചന് ഏറ്റവും ഇഷ്ടം. ഇപ്പോഴും 92 വയസ്സുണ്ടെങ്കിലും കുറച്ചൊക്കെ കൃഷി ചെയ്യാനായിട്ട് താല്പര്യമാണ്, ചെയ്യും. ഞങ്ങൾ 5 മക്കളാണ്. ഞാനതിൽ 5ാമത്തെ ആളാണ്. 2 ചേച്ചിമാരും 2 ചേട്ടന്മാരും ഉണ്ട്. അവരൊക്കെ വിവാഹിതരായിട്ട് ജീവിക്കുന്നു. സിസ്റ്ററിൻ്റെ സ്ഥലം എവിടെയാണ്? വീട്ടിൽ? എൻ്റെ സ്ഥലം ഹൈ റേഞ്ചിലാണ്. ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് അടുത്ത് ചിന്നാറെന്ന് പറയും. അവിടെയാണ് എൻ്റെ സ്ഥലം. സിസ്റ്ററിൻ്റെ കുടുംബത്തിലെ ഒരു പ്രാർത്ഥനാന്തരീക്ഷം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു മാതൃകാ ജീവിതം ഒക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ മാതാപിതാക്കൾ നല്ലൊരു ദൈവവിശ്വാസിയായിരുന്നു. ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ മാതാപിതാക്കൾ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, അതോടൊപ്പം കുടുംബ പ്രാർത്ഥന, ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രധാന മുൻകൈ എടുക്കുന്നത് ചാച്ചനും അമ്മച്ചിയായിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു, ഉച്ച കഴിയുമ്പോഴത്തേനും ഒരു 4 മണി കഴിയുമ്പോഴത്തേനും അമ്മച്ചി തന്നെ നട്ടുപിടിപ്പിച്ച റോസ ചെടിയുണ്ട്. അതിൽ നിറഞ്ഞു നിൽക്കുന്ന റോസപ്പൂവ്. ആ റോസപ്പൂ കുറച്ച് എടുത്തെടുത്ത് രൂപത്തിൻ്റെ മുന്നേ കൊണ്ട് വെക്കും. പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കമാണ്. അപ്പം കൃത്യം 6:30 പ്രാർത്ഥനയുടെ സമയം, വൈകിട്ട്. ആ 6:30 എന്ന് പറഞ്ഞാൽ 6:31 ആകിയാലോ 6:29 ആയിരിക്കില്ല. കൃത്യം 6:30 എന്ന് പറഞ്ഞാൽ 2 പേരും പ്രാർത്ഥനാ മുറിയിലുണ്ട്. ഞങ്ങൾ ആരെങ്കിലും ചെന്നാലും ചെന്നില്ലെങ്കിലും അവർ പ്രാർത്ഥന തുടങ്ങിയിരിക്കും. അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെല്ലും. അങ്ങനെ ഒരു ചിട്ട അനുസരിച്ചുള്ളൊരു ജീവിതശൈലിയായിരുന്നു അവരുടേത്. പ്രത്യേകിച്ച് ഞങ്ങൾ മക്കളെ അത് ശീലിപ്പിച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോവുക. ഹൈ റേഞ്ചിലായതുകൊണ്ട് തണുപ്പുള്ള സ്ഥലമാണ്. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുകയെന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പിള്ളേർക്ക്. കമ്പിളിയുടെ അടിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അരിശപ്പെട്ടതൊക്കെ ആയിരിക്കും എഴുന്നേൽക്കുന്നത്. അപ്പം അന്നൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് അമ്മച്ചിയുടെ നിർബന്ധം കൊണ്ടാണ്. അപ്പം ആ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു പരിശീലനം അന്ന് തന്നതുകൊണ്ട് ഇപ്പോൾ അത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മച്ചിക്ക് പറഞ്ഞാൽ മാതാവിനോട് പ്രത്യേകം ഭക്തി ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ കൊന്തയെടുത്ത് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാൻ എഴുന്നേറ്റ് വരുമ്പം കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനാ രീതിയിൽ പോയിരുന്ന ചാച്ചനും അമ്മച്ചിയും അവർ വാർദ്ധക്യമായപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പ്രാർത്ഥിക്കും. അപ്പം ഇവർ 2 പേരും കൂടെ തീരുമാനിച്ചു, ഇനി നമുക്ക് വെളുപ്പാങ്കാലത്ത് കൊണ്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. 5 മണിയാകുമ്പോൾ 2 പേരും കൂടെ എഴുന്നേൽക്കും. ഞങ്ങൾക്കാണെങ്കിൽ അരിശം വരും, സങ്കടം വരും. നല്ല ഉറക്കത്തിൻ്റെ സമയത്തായിരിക്കും ഇവരുടെ പ്രാർത്ഥന ചെല്ലത്ത് കേൾക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും പ്രായമുള്ളവരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് കിടക്കുന്നത്?
കൊട്ടിക്കൊഴിഞ്ഞ് എഴുന്നേറ്റ് അവരുടെ കൂടെ പ്രാർത്ഥിക്കാൻ കൂടും. അങ്ങനെ രാവിലെയും കൂടെ പ്രാർത്ഥന തുടങ്ങി. ഈ ഇടയ്ക്ക് ഫോൺ വിളിച്ചപ്പം ചാച്ചൻ പറയുകയാണ്, ഇപ്പം ഡിസംബറിൽ നോയമ്പാണല്ലോ, ഞാൻ തീരുമാനിച്ചു 25 ദിവസം പള്ളിയിൽ പോകാമെന്ന്. എനിക്ക് അതിശയം തോന്നി. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ നടക്കണം. ബസ്സുണ്ട് രാവിലെ, ഒരു ബസ്സേ ഉള്ളൂ, തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഈ ബസ്സേ കയറി പള്ളിയിൽ പോകും, തിരിച്ച് നടക്കും. 92 വയസ്സുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം കൂടുതലും ചാച്ചൻ ഈ ഒരു വാർദ്ധക്യത്തിൽ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക. ഞാൻ വൈകിട്ടായിരിക്കും ഫോൺ വിളിക്കുന്നത്, ഒരു 8:30 കഴിഞ്ഞ്. 8:30 തൊട്ട് ഒരു 10 മണി വരെ വീണ്ടും പ്രാർത്ഥനയിലാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം കുടുംബത്തിലുണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയായിരുന്നു? പ്രൈമറി, സെക്കൻഡറി തുടർന്നുള്ള വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ടായിരുന്നു, അവിടെയായിരുന്നു. പിന്നെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോഴത്തേനും ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ വന്നപ്പോഴും, ഡിഗ്രി വരെ ഞാൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്, കോളേജിലാണ് പഠിച്ചത്. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങൾ വളരെ മനോഹരമായിരുന്നു. നല്ല നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. കൂട്ടുകാരെ കണ്ടെത്തുന്നത് എനിക്ക് വലിയ ഉള്ള ഒരു കാര്യമായിരുന്നു. അവരുടെ കൂടെ കളിക്കുക, തമാശ പറയുക വളരെ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. പഠനത്തിൽ ഞാൻ അധികം നന്നായിട്ട് പഠിക്കുന്നൊന്നുമല്ലായിരുന്നു, ആവറേജേ ഉണ്ടായിരുന്നുള്ളൂ. 10ാം ക്ലാസ് ഒക്കെ ഞാൻ ഓർക്കും, ഞാൻ പരീക്ഷ എഴുതിയിട്ടല്ല ജയിച്ചത്, മുട്ട നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണെന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കും. അത്രയും പഠനത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ സ്പോർട്സ് കാര്യങ്ങളിൽ എനിക്ക് വളരെ താല്പര്യമായിരുന്നു. ഹൈ ജമ്പ്, ലോങ് ജമ്പ് അതിനൊക്കെ ഞാൻ ചേരുമായിരുന്നു, ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു എനിക്ക് താല്പര്യം കൂടുതൽ. കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണേലും പഠിക്കുമായിരുന്നു, ജയിക്കാൻ മാത്രമൊക്കെ അത്യാവശ്യം. കൂടുതലും കൂട്ടുകാരുമായിട്ട് നടക്കുക, മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക, അതൊക്കെയായിരുന്നു എനിക്ക് താല്പര്യം. പഠനകാലം ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ഡിഗ്രി വരെ ഞാൻ അങ്ങനെ പഠിച്ചു. ഡിഗ്രി ആയപ്പോഴത്തേനും പരീക്ഷയൊക്കെ കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വരാനായിട്ട് കുറേ താമസം ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും പിന്നെ ഞാൻ ആന്ധ്രയിൽ ഒരിടത്ത് സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ പോയി. സിസ്റ്റർ, സന്യാസ ജീവിതം തിരഞ്ഞെടുത്തതിനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ട് അറിയാനായിട്ട് കുറച്ച് താമസം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആന്ധ്രയിൽ SD സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. അവിടെ 9 മാസക്കാലം പഠിപ്പിച്ചു. താഴ്ന്ന ക്ലാസ്സുകളിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്ന് പറയുന്നത് ഒത്തിരി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സിസ്റ്റർ നിശബ്ദതയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. തന്നെയല്ല, സിസ്റ്ററിന് മനുഷ്യരുമായിട്ട് ഒത്തിരിയേറെ ബന്ധമുണ്ടായിരുന്നു. ഭവനങ്ങളിൽ പോയി അവരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെ വളരെ താല്പര്യം സിസ്റ്റർ കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്നെ വളരെയധികം ആകർഷിച്ചു. അപ്പം ഞാൻ 9 മാസത്തെ അവിടുത്തെ പഠിപ്പീരിനൊക്കെ ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. തിരിച്ചു പോന്നപ്പോഴത്തേനും അതിനോടൊക്കെ എൻ്റെ ആങ്ങളമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ വിവാഹം കഴിഞ്ഞു. അപ്പം എൻ്റെ മാതാപിതാക്കൾ അന്ന് എൻ്റെ കാര്യത്തിലൂടെ എന്നാൽ വിവാഹം കഴിപ്പിക്കാം എന്നുള്ള ചിന്തകൾ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പം ഞാൻ ഓർത്തു, വിവാഹ ജീവിതം നല്ലതാണ്, എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസമാണെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് സമയം കൂടുതൽ കിട്ടുമല്ലോ. എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പം പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരാഗ്രഹമാണ് സന്യാസം തിരഞ്ഞെടുക്കാനായിട്ട് കാരണമായത്. സിസ്റ്റർ സന്യാസം തിരഞ്ഞെടുത്തപ്പോൾ ആദ്യമായിട്ട് ഏത് കോൺഗ്രിഗേഷനോട്ട് പോകാനാണ് സിസ്റ്റർ താല്പര്യപ്പെട്ടത്? എനിക്ക് മഠങ്ങളെക്കുറിച്ച് അധികം പരിചയമൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ ഹൈ റേഞ്ചിലൊന്നും അന്നത്തെ കാലത്ത് അധികം മഠങ്ങളൊന്നുമില്ല. ഞാൻ ഈ സ്കൂളിൽ പോയി പരിചയപ്പെട്ട സിസ്റ്റേഴ്സേ ഉള്ളൂ. പിന്നെ ഈ സിസ്റ്റർ ജീവിത രീതിയൊക്കെ കണ്ടപ്പോൾ അന്ന് ഇവിടെ തന്നെ ചേരാം എന്നുള്ള ഇതിൽ SD സിസ്റ്റേഴ്സിൻ്റെ മഠത്തിലാണ് ഞാൻ ആദ്യം ചേർന്നത്. അത് ചങ്ങനാശ്ശേരി അടുത്തുള്ള ചെത്തിപ്പുഴ ാണ് അവരുടെ പ്രൊവിൻഷ്യൽ ഹൗസ്. അവിടെ ചേർന്ന് 3 വർഷത്തെ പരിശീലനം കഴിഞ്ഞു. അപ്പം 3 വർഷത്തെ പരിശീലനത്തിൻ്റെ ഇടയിൽ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ഒരു ദൈവവിളി അവിടെയല്ല. അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോകുന്ന ഞാൻ വീട്ടിൽ തന്നെ സമയം ചെലവഴിക്കുകയായിരുന്നു.
അവിടുന്ന് പോന്നെങ്കിലും എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. സന്യാസത്തെക്കുറിച്ചുള്ള സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ഒരാഗ്രഹം. അതോടൊപ്പം അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇനിയൊരു സന്യാസത്തിന് പോകാൻ സാധിക്കുമോ എന്നുള്ള ചിന്തകളും ഒക്കെ അസ്വസ്ഥതകളൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ എന്നാൽ തന്നെ നിൽക്കണ്ട, എന്നാൽ തുടർന്ന് പഠിപ്പിക്കുക എന്നുള്ള ഇതിൽ എൻ്റെ ഫാദർ മറ്റുള്ള കോളേജുകൾ വീടിന് വിടാം താല്പര്യമാണെങ്കിൽ എന്ന് പറഞ്ഞ് കോളേജ് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് എൻ്റെ കൂടെ പഠിച്ച 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ കൂട്ടുകാരി വീട്ടിൽ കൂടെ വന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇനിയും സന്യാസത്തിന് പോകാനാണോ താല്പര്യം? ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും എടുക്കുമെങ്കിൽ എനിക്ക് അതിനോട് തന്നെയാണ് താല്പര്യം. അപ്പം പുള്ളിക്കാരി അതെല്ലാം കേട്ടേച്ച് തിരിച്ചു പോയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്കൊരു ലെറ്റർ എഴുതി. ഇങ്ങനെയൊരു മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സന്യാസ സമൂഹമുണ്ട്, അവിടെ ചേരാൻ താല്പര്യമാണെങ്കിൽ ഈ അഡ്രസ്സിൽ എഴുതാനും പറഞ്ഞു. അപ്പോൾ ആ അഡ്രസ്സ് തന്നത് എൻ്റെ ഈ കൂട്ടുകാരിയുടെ മൂത്ത സിസ്റ്ററിൻ്റെ ആയിരുന്നു. മൂത്ത സിസ്റ്റർ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിലെ എൻ്റെ സന്യാസ സമൂഹത്തിലെ ഒരു ഒക്കേഷൻ പ്രൊമോട്ടറായിരുന്നു. അപ്പോൾ ആ ലെറ്റർ കിട്ടി, ഞാൻ വായിച്ചു, എനിക്കേറെ സന്തോഷമായി. സിസ്റ്റർ എഴുതി എനിക്കൊരു ഡേറ്റ് തന്നു. 1994 ജൂൺ 20-ാം തീയതി ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയി സിസ്റ്ററിനെ കണ്ടു, വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സിസ്റ്റർ പറഞ്ഞു അങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞ് ജൂലൈ മാസത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എനിക്ക് ഡേറ്റ് തന്നു, തിരിച്ചു വിട്ടു. അപ്പം ഞാനൊരു മഠത്തിൽ ചേർന്നതായതുകൊണ്ട് വേറെ അവിടുന്ന് തിരിച്ചു വന്നിട്ട് വേറൊരു സന്യാസ സമൂഹത്തിൽ ചേരുക എന്നുള്ളത് പേരൻസ് സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരുന്നു. അവർ പറഞ്ഞു ഇനി ഒരിടത്തും പോകണ്ട, ഏതായാലും 3 വർഷം ഒരിടത്ത് പോയി, ഇനി മറ്റൊരിടത്ത് പോയാൽ നിൽക്കുമെന്നെന്താ ഉറപ്പ്? തന്നെയല്ല ബ്രദേഴ്സ് ഒട്ടും സമ്മതിക്കത്തില്ല. അപ്പം ബ്രദേഴ്സും പറഞ്ഞു ഇനി വേറൊരിടത്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ വരികയില്ല. പേരൻസും പറഞ്ഞു അങ്ങനെ തന്നെ. അപ്പോൾ എൻ്റെ നേരെ മൂത്ത ചേച്ചിക്ക് എന്നോട് സഹതാപം തോന്നി. അപ്പം പുള്ളിക്കാരി പതിയെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവരാരും വരുന്നില്ലെങ്കിൽ ഞാൻ കൂടെ വരാം, നമുക്ക് 2 പേർ കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്ത് പേരൻസ് ഒന്നും ഇല്ലാതെ മഠത്തിലോട്ട് തന്നെ എങ്ങനെയാണ് ചെല്ലുന്നത്? അപ്പം ചാച്ചനോടും അമ്മച്ചിയോടും ചോദിച്ചു. അമ്മച്ചി ഒന്നും മിണ്ടിയില്ല. ചാച്ചൻ പറഞ്ഞു ഞാൻ ഏതായാലും വരികയില്ല. അവസാനം അങ്ങനെയാണ് ചേച്ചിയെങ്കിലും വരട്ടെ എന്നുള്ള ഇതിൽ ചേച്ചിയുടെ കൂടെ ആണ് കോട്ടയത്ത് ചെല്ലുന്നത്. അപ്പം ചെന്ന് വിവരമൊക്കെ പറഞ്ഞു, അവർ ഡേറ്റ് തന്നു. അങ്ങനെയാണ് മെഡിക്കൽ മിഷനിൽ ചേരുന്നത്. മെഡിക്കൽ മിഷനിൽ ചേർന്നതിന് ശേഷമുള്ള സിസ്റ്ററിൻ്റെ ആ ഒരു പരിശീലന കാലമൊക്കെ എങ്ങനെയായിരുന്നു? 4 വർഷത്തെ പരിശീലനമായിരുന്നു. ആദ്യത്തെ 1 വർഷം കോട്ടയത്തായിരുന്നു. അപ്പം ഞങ്ങളുടെ പരിശീലനം എന്ന് പറഞ്ഞാൽ ഈ മഠത്തിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു പരിശീലനമല്ലായിരുന്നു. കൂടുതലും മനുഷ്യരായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫോർമേഷൻ രീതിയായിരുന്നു. ഇപ്പം കോട്ടയത്തൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളെ ആദ്യം തന്നെ ഈ അഗതി മന്ദിരങ്ങളിൽ ഞങ്ങളെ വിടും. അവരുടെ ശുശ്രൂഷ രീതി, അവരെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ്. അപ്പോൾ അതിനോട് ചേർന്ന ഒരു ആധ്യാത്മികതയായിരുന്നു ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ യേശു എപ്പോഴും ജനങ്ങളുടെ കൂടെയായിരുന്നു, സുവിശേഷം പ്രസംഗിക്കുന്ന യേശുവിനെ. അതുപോലെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ ഒരു കാരിസം എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്, സൗഖ്യദായക ദൗത്യമാണ്. അപ്പോൾ ആതുര ശുശ്രൂഷ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി തരിക. പിന്നെ ഞങ്ങളെ തന്നെ സമൂഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുക. അങ്ങനെ ഒത്തിരിയേറെ ക്ലാസ്സുകൾ, പ്രാർത്ഥനകൾ, കുടുംബങ്ങളിൽ പോയി സന്ദർശിക്കുക, ആ രീതിയിലുള്ള ഒരു പരിശീലനമായിരുന്നു. സിസ്റ്റർ പരിശീലന കാലഘട്ടത്തിന് ശേഷം പിന്നെ ഏത് വർഷമാണ് സിസ്റ്റർ ആയത്? ഞാൻ 1997 1997 ഓഗസ്റ്റ് 16 ഞങ്ങളുടെ പ്രൊഫഷന്. 97 ഞാൻ സിസ്റ്റർ ആയത്. സിസ്റ്റർ ആയതിനു ശേഷമുള്ള പ്രവർത്തന മേഖല എന്തായിരുന്നു? ഞാൻ സിസ്റ്റർ ആയതിനു ശേഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഈ സിറ്റി സ്ലം ഡൊല്ലേഴ്സിൻ്റെ ഇടയിലായിരുന്നു. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ തീരപ്രദേശത്ത്. അപ്പം ഞാൻ കൂടുതലും ഏർപ്പെട്ടിരുന്നത് അന്നൊക്കെ HIV AIDS എന്ന രോഗം വളരെ പ്രബലമായി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു.
അപ്പോൾ HIV/AIDS കുറിച്ചുള്ള ട്രെയിനിങ് എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ രോഗത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളിലാണ് ഞാൻ കൂടുതൽ ഏർപ്പെട്ടിരുന്നത്. അതോടൊപ്പം ഭവനങ്ങളിൽ സന്ദർശിക്കുമായിരുന്നു, ഹോസ്പിറ്റലുകളിൽ പോകുമായിരുന്നു ഇങ്ങനെയുള്ള രോഗികളെ കാണാനായിട്ടും അവർക്ക് വേണ്ടിയ സഹായം ചെയ്തു കൊടുക്കുവാനും. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിനൊക്കെ തിരുവനന്തപുരത്ത് ജനങ്ങളുടെ കൂടെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ 1 വർഷക്കാലം തിരുവനന്തപുരത്തായിരുന്നു ഞാൻ സിസ്റ്ററായതിനു ശേഷം. അവിടെ വെച്ച് ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് സിസ്റ്ററായതിനു ശേഷമുള്ള ആദ്യത്തെ പ്രവർത്തന മേഖലകളിൽ? അവിടെ ഉണ്ടായ അനുഭവം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സ്ട്രഗിള്, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു സ്ട്രഗിൾ എന്നെ വളരെയധികം ആകർഷിച്ചു. കാരണം മത്സ്യം പിടിച്ചാണ് അവർ ജീവിക്കുന്നത്. ഈ മത്സ്യക്കൊട്ടയുമായിട്ട് സ്ത്രീകൾ ബസ് കയറി ചന്തയിൽ പോയി വിറ്റ് വെളുപ്പിനെ അവരിറങ്ങിയാൽ രാത്രിയിലായിരിക്കും തിരിച്ചെത്തുന്നത്. പിന്നെ അവരുടെ കുടുംബത്തിൽ എന്ന് പറയുമ്പോഴത്തേനും മിക്ക മത്സ്യത്തൊഴിലാളി സ്ത്രീകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ വീട്ടുകളിൽ മദ്യപാനികൾ ഒത്തിരിയുണ്ട്, ഭർത്താക്കന്മാർ. അപ്പം പകൽ മുഴുവൻ അധ്വാനിച്ച് തിരിച്ചു ചെല്ലുന്ന സ്ത്രീകൾ മദ്യപിച്ച് തിരിച്ചു വരുന്ന ഭർത്താവിൻ്റെ ശകാരം, വഴക്ക്, അടിപിടി, പിള്ളേരുടെ നിലവിളി, അങ്ങനെയുള്ള ഒരു ദുരിതമായ ഒരു ജീവിതം അവർ പങ്കുവയ്ക്കുമ്പോൾ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക, അതൊക്കെ ഒത്തിരി ചലഞ്ചിങ് ആയിരുന്നെങ്കിലും അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ എത്ര നാളുണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു പ്രവർത്തനം? 1 വർഷമേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ എങ്ങോട്ടാണ് തുടർന്നുള്ള പ്രവർത്തനം? അതിനുശേഷം ഞാൻ ഡിഗ്രി വരെ പഠിച്ചിരുന്നുള്ളൂ. എന്നാൽ കുറച്ചുകൂടെ പഠിക്കണമെന്ന് അധികാരികൾ പറഞ്ഞു, എനിക്ക് തന്നെ തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ അടുത്ത് ഗാന്ധിഗ്രാം എന്ന സ്ഥലത്തായിരുന്നു ഒരു റൂറൽ യൂണിവേഴ്സിറ്റി, ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റി. അവിടെ ചേർന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻ്റ് ആയിരുന്നു. അവിടെ ഒത്തിരിയേറെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ തന്നെ ആഫ്രിക്കയിൽ നിന്നുള്ളവരും ജപ്പാനിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് വളരെ നല്ലതായിരുന്നു. ഞങ്ങൾ 18 പേരെ ഉണ്ടായിരുന്നെങ്കിലും നല്ലൊരു ഗ്രൂപ്പായിരുന്നു. അപ്പം അവരുടെയൊക്കെ ജീവിത രീതി മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു. തന്നെയല്ല ഇതൊരു റൂറൽ യൂണിവേഴ്സിറ്റി ആയിരുന്നതുകൊണ്ട് ഒത്തിരിയേറെ പിള്ളേർ വില്ലേജുകളിൽ നിന്ന് വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരിയേറെ പാവപ്പെട്ട വില്ലേജാണ്. അപ്പോൾ അതിലുപരിയായിട്ട് ഇതൊരു ഗാന്ധിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. ഗാന്ധിയൻ തത്വങ്ങളും ഗാന്ധിജിയുടെ തന്നെ ജീവിത രീതികളും ഒക്കെ മനസ്സിലാക്കുവാനും ഒത്തിരിയേറെ പുസ്തകങ്ങൾ വായിക്കാനും ഇടയായി. അവിടെ എത്ര നാളുണ്ടായിരുന്നു സിസ്റ്റർ അവിടെ പഠനം? ഞാൻ 2 വർഷം അവിടെ പഠിച്ചു. അപ്പോൾ പഠനത്തിന് ശേഷം പിന്നെ അടുത്ത ഘട്ടം എന്തായിരുന്നു? പഠനത്തിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നു. റിസൾട്ട് അറിയാനായിട്ട് 5 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ അതിനുശേഷം എനിക്കൊരു ട്രാൻസ്ഫർ വേണം, അടുത്ത പ്രവർത്തന മേഖല എവിടെയായിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഞങ്ങളുടെ സിസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവിടെ മുഴുവൻ ഒരു വില്ലേജ് അന്തരീക്ഷമാണ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോഴാണ് ഒരു സ്റ്റേറ്റ് കൂടെ ഉള്ളത്, അല്ലെങ്കിൽ നേരത്തെ 7 സംസ്ഥാനം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു രാജ്യമെന്ന് പറയാം. അപ്പോൾ അവിടെ 3 സംസ്ഥാനത്തെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ഉണ്ട്, മേഘാലയ, നാഗാലാൻഡ്, ആസാം. അപ്പോൾ എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ പഠന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സാഹചര്യം അവിടെ കിട്ടും, അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ അധികാരികളെ അറിയിച്ചു. അവർ ഡിസ്കസ് ചെയ്തേച്ച് എനിക്ക് അനുവാദം തന്നു. അങ്ങനെയാണ് 2000 ഞാൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യക്ക് പോകുന്നത്. അപ്പോൾ സിസ്റ്റർ തന്നെ തിരഞ്ഞെടുത്ത മേഖലയാണ് മിഷൻ ഫീൽഡ്? അതെ അതെ അതെ. തുടർന്ന് അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു? അപ്പം എന്നെ ആദ്യം വിട്ടത് മേഘാലയത്തിലേക്കാണ്. മേഘാലയം എന്ന് പറയുമ്പോഴത്തേനും ഒരു പാവപ്പെട്ട ഒരു സംസ്ഥാനമാണ്, പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടങ്ങളിൽ എല്ലാവരും തന്നെ ഗോത്രവർഗ്ഗക്കാരാണ്. മേഘാലയത്ത് പ്രധാനമായിട്ട് 3 ഗോത്രവർഗ്ഗക്കാരാണുള്ളത്: ഗാരോസ്, ബോറോസ്, ജയന്തിയൻസ്. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്ക് ഓരോ ഗ്രൂപ്പിന് അവരുടേതായിട്ടുള്ള ഭാഷ, വസ്ത്രധാരണം, ഭക്ഷണം എല്ലാം വ്യത്യാസമാണ്.
ഇവരെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭാഷ കൊണ്ട് തിരിച്ചറിയാം, വസ്ത്രധാരണം കൊണ്ട് തിരിച്ചറിയാം. പിന്നെ ഇവരിൽ 95% ക്രൈസ്തവരാണ്. അപ്പം അവർക്ക് ഒത്തിരി ദൈവവിശ്വാസം ഇവർക്കുണ്ട്. ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഗാരോസ് എന്ന് പറയുന്ന സമൂഹം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരാണ്. അവിടെ എന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവർ സ്ഥലമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവർക്ക് കൃഷി ചെയ്യാനായിട്ട്. പക്ഷേ ഇവർ കൃഷി ചെയ്യും, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ ഈ സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ ഇവർക്ക് വില കിട്ടത്തില്ല. ഇവരുടെ സാധനങ്ങളെല്ലാം ഇപ്പം എന്താണ്, കവുങ്ങ്, തെങ്ങ്, ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കൃഷി രീതി അവർക്കുണ്ട്. പക്ഷേ ഇവരുടെ ഉൽപ്പന്നങ്ങൾ ആയിത്തുടങ്ങുമ്പം തന്നെ ബംഗാളികൾ വന്ന് നിസ്സാര വില കൊടുത്ത് ഇവർ മേടിക്കും. അപ്പോൾ ഇവരുടെ വീട്ടിലെന്നും പട്ടിണിയാണ്. ഇവരുടെ ആഹാരം എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ചോറും കാണും, ഇച്ചിരി ഉപ്പും കാണും, ഇച്ചിരി മുളകും കാണും പാത്രത്തിന്. എനിക്ക് അതിശയിച്ചിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെ ഇവർ ജീവിക്കുന്നതെന്ന്. അങ്ങനെയുള്ള ഒരു ജീവിത രീതിയാണ്. പിന്നെ ഞാൻ അവിടെ ചെന്ന ഈ ഗാരോ ഗോത്രത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഗാരോ ലാംഗ്വേജാണ്. അത് വളരെ എളുപ്പമാണ് പഠിക്കാൻ. അപ്പം ഞാൻ ആദ്യം ചെയ്തത് വില്ലേജിൽ പോയി കുറേ നാൾ താമസിച്ചു, കാരണം ഇവർ ഭാഷ പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വില്ലേജുകളിൽ ചെല്ലുമ്പോഴത്തേനും നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ പോലെ ഒരു ഭാഷയെ അവർക്കും ഉള്ളൂ. അപ്പോൾ അത് പറയാതെ നിവർത്തിയില്ല. മറ്റൊരു ഭാഷയെ അവർക്കറിയത്തില്ല. അവർക്കധികം വിദ്യാഭ്യാസം ഉള്ളവരല്ല, അവർക്ക് ഇംഗ്ലീഷും ഒന്നും അറിയത്തില്ല. അപ്പം ഗാരോ തന്നെ പറയണം. അപ്പോൾ ഈ കുടുംബങ്ങളിൽ പോയി താമസിക്കുമ്പോഴത്തേനും അവർ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ കണ്ടും കേട്ടും നിരീക്ഷിച്ചും ഭാഷ പെട്ടെന്ന് പഠിച്ചു. 6 മാസം കൊണ്ട് ഞാൻ ഭാഷ പഠിച്ചെടുത്തു. അപ്പോൾ എനിക്ക് ഏറെ താല്പര്യമായി ആശയവിനിമയം ചെയ്യുക, അവരെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പം പിന്നെ വില്ലേജിൽ പോയി താമസിക്കുന്നത് വളരെ താല്പര്യമായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ വീടുകളെന്ന് പറയുമ്പോഴത്തേനും ഓല മേഞ്ഞതും പുല്ല് ഇട്ടതും നിലം മെഴുകിയതും ഒക്കെയാണ്. അപ്പോൾ അവിടെ താമസിക്കുമ്പോഴത്തേനും വളരെ ഒരു സമാധാനം തോന്നുമായിരുന്നു. തണുപ്പ് വിൻ്റർ അവിടെ ഉണ്ടെങ്കിലും ഈ വീടുകളിൽ താമസിക്കുമ്പോൾ അമിതമായിട്ടുള്ള തണുപ്പ് തോന്നിയിട്ടില്ല. വേനൽക്കാലത്താണെങ്കിൽ ഇവരുടെ വീട്ടിൽ കയറി ചെന്നാൽ AC ഇരിക്കുന്ന പോലുള്ള അനുഭവമാണ്. അങ്ങനെ ഞാൻ 5 വർഷക്കാലം മേഘാലയത്ത് ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ അവരുടെ ജീവിത രീതിയുമായിട്ട് ഇഴുകിച്ചേരാനായിട്ട് പറ്റി. പിന്നെ തുടർന്ന് എങ്ങോട്ടാണ് സിസ്റ്റർ പോയത്? 5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് അവിടുന്ന് സ്ഥലം മാറ്റം കിട്ടി. സ്ഥലം മാറ്റം കിട്ടിയത് നാഗാലാൻഡ് എന്ന് പറഞ്ഞ സംസ്ഥാനത്താണ്. അപ്പം നാഗാസിനെന്ന് പറയുമ്പോൾ നാഗ എന്ന് പറയുന്ന ഗോത്ര സമൂഹം വിദ്യാഭ്യാസപരമായിട്ട് കുറച്ചുകൂടെ ഉയർന്നതാണ്, സാമ്പത്തികമായിട്ടും കുറച്ച് ഉയർന്നവരാണ്. പിന്നെ അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ അവർ ഈ വേട്ടയാടി വേട്ടയ്ക്ക് പോകുന്ന അവരുടെ തന്നെ കൾച്ചറിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അവരുടെ ഭക്ഷണത്തിൽ എല്ലാ നേരവും മത്സ്യവും മാംസവും കാണും. അതില്ലാതെ അവർ ഭക്ഷണം കഴിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ നാഗാലാൻഡിൽ ചെന്നപ്പം എന്നെ ശ്രദ്ധിപ്പിച്ചൊരു കാര്യം, ഞാൻ ഒരു കിളികളുടെയും സ്വരം അവിടെ കേട്ടില്ല. രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഓർത്ത് ഇതന്നെ ഇവിടെയൊന്നും കിളികളൊന്നുമില്ലേ. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായ എല്ലാ കിളികളെയും, പ്രത്യേകിച്ച് കാക്കയെന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ അവർ കണ്ടിട്ടില്ല. ഇതിനെല്ലാം അവരെ വെടിവെച്ച് കൊന്നു തിന്നും. എല്ലാ ജീവികളെയും തന്നെ ഇവർ വെടിവെച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇവർ കൊന്ന് ഭക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഇവർ ഭക്ഷിക്കുന്ന ഭക്ഷണമെല്ലാം ഞാനും കഴിക്കും. കാരണം വില്ലേജുകളിലൊക്കെ പോയി താമസിക്കുമ്പോൾ അവർ തരുന്ന ഭക്ഷണമേ ഉള്ളൂ. അപ്പോൾ അത് മുഴുവൻ കഴിക്കുമായിരുന്നു. പിന്നെ ഇവരുടെ വിശ്വാസം ജീവിതം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുക, പിന്നെ അവരുടേതായിട്ടുള്ള മത ആചാരങ്ങൾ ചടങ്ങുകളൊക്കെ വളരെ ഭക്തിപൂർവ്വം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു നാഗാലാൻഡിലെ? അവിടുത്തെ മിഷൻ പ്രവർത്തനം ഞാൻ അന്ന് ഒരു ഒക്കേഷൻ പ്രൊമോട്ടറായിട്ടാണ് ചെറുപ്പക്കാരെ മഠത്തിൽ ചേർക്കാനായിട്ടുള്ള ഒരു ഫീൽഡിലായിരുന്നു ഞാൻ. അപ്പം വീടുകളിൽ വിസിറ്റ് ചെയ്യുക, വില്ലേജുകളിൽ പോയി താമസിക്കുക, അവർക്ക് കുറച്ചൊക്കെ ഒരു സോഷ്യൽ അവയർനെസ് പ്രോഗ്രാം കൊടുക്കുക, പിന്നെ വൈകുന്നേരങ്ങളിൽ യൂത്തിനെ വിളിച്ചു കൂട്ടുക, അവരുമായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു ഞാൻ കൂടുതലും. പിന്നെ വേറൊന്നുണ്ടായിരുന്നത്, നാഗാലാൻഡിൽ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവിടുത്തെ യൂത്തിനെ കേരളത്തിൽ വന്നവർ ട്രെയിനിങ് എടുത്ത് പോയി
അപ്പോൾ ഇവരുടെ ഗ്രൂപ്പ് വഴി ചേർന്നിട്ട് ജയിലുകളിൽ പോയായിരുന്നു, ജയിൽ മിനിസ്ട്രിക്കായിട്ട്. അതെന്നെ ഒത്തിരിയേറെ സ്പർശിച്ച ഒരു അനുഭവമായിരുന്നു. ജയിലിലെ കുറ്റം ചെയ്തവരും കുറ്റം ചെയ്യാത്തവരും ഒക്കെ വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. അപ്പം അവരുടെ അടുത്ത് പോകുമ്പോഴത്തേനും ഞങ്ങൾ എന്തെങ്കിലും കലാപരിപാടികളോ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കൊടുത്തക്ക രീതിയിലുള്ള പരിപാടി അറേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. അങ്ങനെ പോകും, അവരുടെ കൂടെ സമയം ചെലവഴിക്കും, അവരെ ശ്രദ്ധിക്കും, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നാഗാലാൻഡിൽ ഒത്തിരിയേറെ HIV/AIDS രോഗികളുണ്ടായിരുന്നു, ആശുപത്രികളിലായിട്ടും വീടുകളിലായിട്ടും ഒക്കെ. അപ്പം അവരെ സന്ദർശിക്കാനായിട്ട് പോകും. എയ്ഡ്സിനെതിരായിട്ടുള്ള ബോധവൽക്കരണം അവിടെയും കൊടുക്കുമായിരുന്നു. കൂടുതലും ആരോഗ്യ പ്രവർത്തന രംഗത്തായിരുന്നു അവിടെയും സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. നാഗാലാൻഡിലെ മിഷൻ പ്രവർത്തനങ്ങൾ എത്ര നാളുണ്ടായിരുന്നു? നാഗാലാൻഡിൽ ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു, 2005 തൊട്ട് 2010 വരെ. പിന്നീട് അടുത്ത മേഖല എവിടെയായിരുന്നു? 2010 ആയപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്നു. പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ നാഗാലാൻഡിലായിരുന്നു, പല നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലായിരുന്നപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേരളത്തിലേക്ക് തിരിച്ചു വരണം, എൻ്റെ പ്രവർത്തന മേഖല ഇവിടെ ആയിരിക്കണമെന്ന്. കാരണം അവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലി എന്നെ ഒത്തിരിയേറെ ആകർഷിക്കുന്നതായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ 2010 പെട്ടെന്ന് എനിക്ക് അസുഖം പിടിപെട്ടു, അങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നു. സിസ്റ്റർ മേരിക്കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, അതായത് നാഗാലാൻഡിൽ സിസ്റ്റർ മേരിക്കുട്ടി ചെയ്ത പ്രവർത്തനങ്ങൾ വലിയ മിഷൻ പ്രവർത്തനം തന്നെയായിരുന്നു. ആദിവാസികളായ ജനങ്ങൾ മനുഷ്യരെ ഭക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെങ്കിലും അവർ ഇന്നും വിദ്യാഭ്യാസത്തിലേക്കോ വിവേകമുള്ള ഒരു ജീവിതശൈലിയിലേക്കോ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മേരിക്കുട്ടി യുവജനങ്ങളുടെ ഇടയിലാണ് അധികവും പ്രവർത്തിച്ചത്. യുവജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവർക്ക് മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹിമ കാണിച്ചു കൊടുക്കുകയും അവരുടെ കുടുംബങ്ങളെ നേരെയാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. അനേക യുവജന ക്യാമ്പുകൾ, യുവജന റിട്രീറ്റുകൾ സിസ്റ്റർ അവിടെ നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബങ്ങളിൽ മദ്യപിക്കുന്നവർക്ക് വേണ്ടി ഒരു ക്യാമ്പ് നടത്തി. അങ്ങനെ 3 ക്യാമ്പ് അവിടെ നടത്തുന്നതിൽ എനിക്ക് മേരിക്കുട്ടിയോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. അവരെയെല്ലാം കൈപിടിച്ചുയർത്തിയത് മേരിക്കുട്ടിയുടെ ഒരു തീഷ്ണത കൊണ്ട് മാത്രമാണ്. തൻ്റെ സഹോദരനിൽ ദൈവത്തെ കാണുക എന്ന ഒരു യഥാർത്ഥത്തിലുള്ള തൻ്റെ ജീവിതത്തെ പകർത്തിയെടുത്ത നിമിഷങ്ങളായിരുന്നു അത്. അതുപോലെ അധ്യാപകരായിട്ടുള്ളവർക്ക് കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കൗൺസിലിംഗ് സ്കില്ല് പഠിപ്പിക്കുന്നതിലും മേരിക്കുട്ടി തന്നെയാണ് മുൻകൈയെടുത്തത്. അങ്ങനെ ആ രൂപതയെ ഹീലിംഗ് മിഷൻ്റെ അകത്ത് മുന്നോട്ട് നയിക്കുവാൻ, ക്രിസ്തുവിനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാൻ, ക്രിസ്തുവിനെ തന്നെ നൽകുവാൻ മേരിക്കുട്ടിയുടെ ഈ വേറിട്ട സ്വഭാവത്തിനും വ്യക്തിത്വത്തിനും കഴിഞ്ഞുവെന്ന് വളരെ സംതൃപ്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് പറയുവാൻ സാധിക്കും. മേരിക്കുട്ടിയുടെ ഈ ഉദ്യമം കണ്ട മറ്റ് സിസ്റ്റേഴ്സും ഈ ഒരു തലത്തിലേക്ക് ഇറങ്ങി വരികയും അങ്ങനെ ആ രൂപതയിൽ ആകമാനം ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഈ മാറ്റങ്ങളുടേതായ ഒരു തുടക്കം മേരിക്കുട്ടി തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഹീലിംഗ് മിഷൻ അവിടെ പടർന്നു പിടിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അനേകം യുവജനങ്ങൾ ഞങ്ങളുടെ സഭയിൽ ചേരുകയും ചെയ്തു. അങ്ങനെ നാഗാലാൻഡിൽ നിന്ന് തന്നെ, നോർത്ത് ഈസ്റ്റിൽ നിന്ന് തന്നെ മെഡിക്കൽ മിഷൻ സന്യാസ സമൂഹത്തിലേക്ക് യുവതികൾ വരുവാനുള്ള ഒരു പ്രധാന കാരണവും കണ്ണിയുമായി മേരിക്കുട്ടി മാറുകയും ചെയ്തു എന്ന് ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും സമയം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സിസ്റ്റർ മേരിക്കുട്ടിയുടെ ജീവിതാനുഭവങ്ങളാണ്. അടുത്ത ആഴ്ച കൂടുതൽ അനുഭവങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.